ദീപക് മലയമ്മ ചൂരൽമല അങ്ങാടിയിലാണ് നമുക്ക് ഉള്ളത്. വ്യാപാരികൾക്കും നാട്ടുകാർക്കുമൊപ്പം ദീപക് മലയമ്മയുണ്ട്. ദീപക് മോഹൻ ഉള്ളത് ദുരന്തബാധിതർ താമസിക്കുന്ന മുണ്ടേരിയിലെ PWD ക്വാർട്ടേഴ്സിൽ നിന്നാണ്. മേപ്പാടിയിൽ നിന്ന് സിനോജ് തോമസും നമുക്കൊപ്പം ചേരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം ജനപ്രതിനിധികളും തത്സമയമുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് ദീപക് മലയമ്മയ്ക്കൊപ്പമാണ്. ദീപക് മലയമ്മ കുടയൊക്കെ പിടിച്ചാണെന്നിപ്പോൾ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും വയനാട്ടിലെ ദുരന്തബാധിതരായ മനുഷ്യർ, വ്യാപാരികൾ, അവർക്കുള്ള ധനസഹായമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല കേന്ദ്രം. മഴയത്ത് നിർത്തിയിരിക്കുകയാണോ ഒരു ജനതയെ? ദീപക്. അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ മഴയാണ് ഇപ്പോൾ ചൂരൽമലയിലുള്ളത്. നമ്മൾ നേരത്തെ വരുമ്പോഴൊക്കെ കണ്ട കാഴ്ചകൾ അല്ല, അതിൽ നിന്നൊക്കെ അല്പം മാറ്റം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ തോട്ടത്തിലെയൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ എത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ബഷീർക്കയോടൊക്കെ സംസാരിച്ചതാണ്, അരുൺകുമാർ ഉൾപ്പെടെ സംസാരിച്ചതാണ്. ബഷീർക്ക, എന്തായി നമ്മുടെ ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ പഴയതുമായി തന്നെയാണ്, ഒന്നും റെഡിയായി വന്നിട്ടില്ല. പക്ഷേ റെഡിയാവുന്ന അങ്ങനെ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ ഉള്ളത്. കച്ചവടമൊക്കെ നടക്കുന്നു. കച്ചവടം തന്നെ മോശമാണ്. എന്നാലും ഒരു എന്താ പറയുക, അതിന് മൂന്നിലൊരു ഭാഗമേ കച്ചവടമുള്ളൂ. ആദ്യമൊക്കെ ഉള്ളതിന് മൂന്നിലൊരു ഭാഗമുള്ള ആൾക്കാരൊക്കെ കുറവാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഇവിടുന്ന് അപ്പം ഈ വാടക വീടുകളിലേക്കൊക്കെ വിട്ടുപോയവരും ഉണ്ടല്ലോ. വിട്ടുപോയവരുണ്ട്. അത് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ജോലിക്ക് വരുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ വരാത്ത ആൾക്കാർ കൂടുതലുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു പ്രതീക്ഷയുള്ളൂ. വേറെ ഇവിടെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അല്ല, അവരൊക്കെ വരുമ്പോൾ ബഷീർഖാൻ എന്തായാലും കാണുമല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? അവർ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മളിങ്ങനെ കട തുടങ്ങിയല്ലോ, കച്ചവടം ഉണ്ടല്ലോ, അപ്പോൾ വളരെ സന്തോഷമായി. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. കുഴപ്പമില്ല, അങ്ങനെ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ബഷീർഖായെ സംബന്ധിച്ച് അദ്ദേഹം ഈ വ്യാപാര സ്ഥാപനമൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ പോവാണ്. എന്താ സ്ഥിതി? സ്ഥിതി വളരെ മോശമായിട്ട് പോവാണ്. സർക്കാർ തലത്തിൽ നിന്നൊരു പ്രത്യേകിച്ചൊരു ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നോട് താമസിക്കണമെന്നോ ഇന്ന ഒരു പ്രത്യേക ഇതൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ ഒരു ബേക്കറി നഷ്ടപ്പെട്ടിരുന്നു? ബേക്കറി നഷ്ടപ്പെട്ടിരുന്നു, ഒന്നും ആയിട്ടില്ല. അവിടെ ലൈമ ബേക്കറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. സംഘടനാപരമായിട്ടൊക്കെ അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് വേറെ സർക്കാർ തലത്തിലൊന്നും ഒന്നും ആയിട്ടില്ല. ബിൽഡിങ്ങിൻ്റെ ഇതൊക്കെ ആണെങ്കിലും ബിൽഡിങ്ങൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും സർക്കാരിൻ്റെ തലത്തിൽ ഇതൊന്നും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആശങ്ക എല്ലാ കാര്യത്തിലും ഒരാശങ്ക നിലനിൽക്കുന്നുണ്ട്. അരുൺ, അതായത് ഇപ്പോൾ നേരത്തെ ഒരു ബേക്കറി നഷ്ടപ്പെട്ട ചേട്ടനാണ് സംസാരിച്ചത്. എനിക്കൊപ്പം ഇവിടെ കുറച്ച് ആളുകൾ കൂടി ചേരുന്നുണ്ട്. ഇവർ ഈ നാട്ടുകാർ കൂടിയാണ്. അവർക്ക് സ്വാഭാവികമായും ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കറിയണം. ഒപ്പം തന്നെ ഈ ദുരന്തത്തിന് ഇരയായവരിൽ പെട്ട ഒരാൾ അനിൽകുമാർ കൂടി എനിക്കൊപ്പം ഉണ്ട്. അനിലേട്ടാ, ഇപ്പം വാടക വീട്ടിലാണുള്ളത്? അതെ, വാടക വീട്ടിലാണ്. മേപ്പാടിയാണ് താമസം. ഞങ്ങൾക്ക് മേപ്പാടി താമസമാണെങ്കിലും നമുക്ക് യാതൊരു ഇതും കിട്ടിയിട്ടില്ല ഇതുവരെ. പിന്നെ അതുപോലെ ഒരു ജോലി സംബന്ധമായ ഒന്നുമില്ല. അല്ല, ഈ വാടകയും ഒപ്പം തന്നെ നിങ്ങൾക്ക് നേരത്തെ തരാമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ? എനിക്ക് എത്തിയിട്ടുണ്ട്. മറ്റേ അതുപോലെ അർഹതപ്പെട്ട ആൾക്കാർക്ക് ആർക്കും ഇതുവരെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. ഇത് അർഹതപ്പെടാത്ത ആൾക്കാരുടെ കയ്യിലാണ് കൂടുതൽ കൈപ്പറ്റിയിട്ടുള്ളത്. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇനിയും നമ്മളവിടെ കിട്ടാത്തുണ്ട്. ഒരു തൊഴിലുമില്ല. ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അത് അനിലേട്ടൻ്റെ ഒരു നിലപാടാണ്. അതായത് ചിലർക്കെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഈ വാടകയുടെ കാര്യത്തിലൊക്കെ ചില ഡിലേ വരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? നമ്മുടെ നാട്ടുകാരെ പൂർണ്ണമായും പുനരുദ്ധരിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അങ്ങനെ ഒരു സംസാരം ഇല്ല. ഇന്നലെ നിയമസഭ കൂടിയിട്ടുണ്ട്. നിയമസഭയിൽ പല MLA-മാരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ ജനങ്ങളൊക്കെ ഒരു പ്രതിസന്ധി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുക. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്ത് ചെയ്യണം, എന്താണ് ഒരു അവസ്ഥ എന്നുള്ളത് ഇതുവരെ അവർ പൂർണ്ണമായിട്ട് ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടില്ല.